സുനൻ ഇബ്നു മാജയിലെ ഒരു റിവായത്തിൽ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുൻ ഇൻദൽ കർബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തന്നു. അത് ഞെരുക്കമുണ്ടാകുന്ന, വിഷമമുണ്ടാകുന്ന, അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റുമെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ആ കലിമത്തുകൾ പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഏതാണ് ആ കലിമത്തുകൾ? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹു, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള നാമം, ഇസ്മുൽ ജലാല. വീണ്ടും ഒരു തവണ കൂടിയും അള്ളാഹു എന്ന് പറയുകയാണ്, ലഫ്ലിയായ തൗക്കീദിന് വേണ്ടി ഒന്നുകൂടിയും ഉറപ്പിച്ചു പറയാനും അള്ളാഹുവിന്റെ നാമം പരാമർശിക്കാനും അത് ഓർക്കാനും അത് ചിന്തിക്കാനും അള്ളാഹുവിന്റെ ഏകത്വം, വഹ്ദാനിയത്ത് അതെല്ലാം ആലോചിക്കാൻ വേണ്ടിയാണ് രണ്ടാമതും ആ നാമം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, റബ്ബി, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അഥവാ എന്നെ സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനും അധികാരപ്പെടുത്തിയവനും എന്നെ വളർത്തി കൊണ്ടുവരുന്നവനും എനിക്ക് ഉപജീവനം നൽകുന്നവനും എല്ലാം എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. ലാ ഉശ്രികു ബിഹി ഷൈആ, ഞാൻ ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുകയില്ല. അത് വ്യക്തിയാണെങ്കിലും വസ്തുവാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും മരണപ്പെട്ടതാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഒന്നിനെയും ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല എന്ന് പറയാണ്. ഈ കലിമത്ത് നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ, ഞെരുക്കം ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള ആ കർബ്, ആ ഞെരുക്കങ്ങളിലെല്ലാം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കലിമത്താണ്. തൗഹീദാണ് അതിൽ പ്രധാനം. അതിൽ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അതിൽ ഉലൂഹിയത്തിന്റെ ഭാഗം പറയുന്നുണ്ട്, റുബൂബിയത്തിന്റെ ഭാഗം പറയുന്നുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർക്കാനുകളായ നഫി, അള്ളാഹു അല്ലാതെ ഒന്നും ആരാധനക്ക് അർഹനല്ല എന്നുള്ള ലാ ഉശ്രിക് ബിഹി ഷൈഅ എന്ന ഭാഗം. ഇസ്ബാത്ത്, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നുള്ളതിന്റെ അള്ളാഹ് അള്ളാഹ് എന്നുള്ള ഭാഗം. അപ്പോൾ തൗഹീദാണ് ഒരു മനുഷ്യന് വിശാലത നൽകുന്ന ഏറ്റവും അടിസ്ഥാന കാര്യം. തൗഹീദ് ഇല്ലാതെ എന്ത് തന്നെ ഉണ്ടായാലും അവൻ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും സംഘർഷങ്ങളിലുമെല്ലാം ആയിരിക്കും. അപ്പോൾ ഈ ദുആ, ഈ കലിമത്തുകൾ പഠിക്കുക. ജീവിതത്തിലെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുമ്പോൾ നമ്മുടെ നാവിൽ ഈ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഈ ദിക്ർ, ഈ കലിമത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.